ഞാനിതാ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഇനി എൻ്റെ കടയിലേക്ക് പോകാൻ നിൽക്കണം. അതിൻ്റെ മുന്നേ KCB പോകണം, നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കണം. ഇല്ലെങ്കിൽ ഇന്ന് കറണ്ട് ഉണ്ടാവില്ല ആ വീട്ടിൽ. അപ്പം വ്ളോഗൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും എന്നത്തെയും പോലെ ഞാൻ കടയിലേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് അച്ഛൻ പറയണത് കറണ്ട് ബില്ല് അടച്ചിട്ടില്ല എന്ന്. അപ്പോൾ കറണ്ട് ബില്ലിൻ്റെ എത്ര രൂപയാണ് കറണ്ട് ബില്ല്, ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് പറയുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തായാലും കറണ്ട് ബില്ലിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ദേ കറണ്ട് ബില്ല് നോക്കിക്കോട്ടാ എത്ര രൂപയാണെന്ന്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്, 2050 റുപ്യ. ഉള്ള പൈസ അവിടെ നിന്ന് നമ്മളൊന്നും കടം മേടിച്ച് നുള്ളിപ്പെറുക്കിയതാ 1500 ആക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ കച്ചവടം കൂടെ ചെയ്തൊരു 500 ആക്കിയിട്ട് വേണം 550 കൂടി ചേർത്തണം അതിൽ. അങ്ങനെ ഞാനിതാ എന്നും പോണ പോലെ നമ്മുടെ കടയിലേക്ക് ഇറങ്ങുകയാണ്. ചെരുപ്പൊക്കെ ഇട്ട് കടയിലേക്ക് പോട്ടെ. അതിൻ്റെ മുന്നേ കറണ്ട് ബില്ല് കെട്ടണം. ഇപ്പം നമ്മളിതാ ഇറങ്ങി. മഴ രാവിലെ എണീച്ച് മഴയുണ്ട്. വല്ലാത്ത ചുമയ്ക്ക് വല്ല ഒറ്റമൂലിയും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഹായ്. അപ്പോൾ ഇതാ മാവൊക്കെ ആയിട്ട് ഞാൻ പോകാൻ നിൽക്കണം. മാവ് രാവിലത്തെ ദോശമാവ് ഇതിപ്പം ആയതാണ്. ഇനി അത് കഴുകാൻ വയ്യ, അത് അവിടെ പോയിട്ട് കഴുകാം. യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടല്ലോ അവനവൻ്റെ കണ്ടൻറ്റ് മാത്രം ഇട്ടാൽ മതി എന്ന്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും നേരത്തെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി. എല്ലാവരും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ സജീവമായി വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ശേഷം സ്ക്രീനിൽ. അങ്ങനെ KCB എത്തി, പിന്നെ കറണ്ട് ബില്ല് അടച്ചു. അപ്പോഴേക്കുണ്ട് കൊടും മഴയത്ത് കുടുങ്ങിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കട തുറക്കണ്ടേ. മഴ നനഞ്ഞാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മഴയത്ത് തന്നെ ഇറങ്ങി. അങ്ങനെ കട വന്ന് തുറന്നു. കടയിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം, വെള്ളം കോരണം. പിന്നെ 11 മണിയാകുമ്പോൾ ഓട്ടോ വരും. അപ്പോൾ അപ്പോഴേക്കും ഇവിടെ എല്ലാം വൃത്തിയാക്കണം. എനിക്ക് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതാത് പാത്രങ്ങളിൽ സാധനങ്ങൾ വെക്കണം. പിന്നെ ചോറ് ഇതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:30. പിന്നെ എൻ്റെ FSSAയും പിന്നെ എന്താ പറയുക ഹെൽത്തിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജുമാ മുബാറക്കും കൂടെ ഞാൻ പറയണം കേട്ടോ. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിസ്കരിക്കാൻ പോകും. പിന്നെ അവിടെ നിന്ന് വന്നതിന് ശേഷം എല്ലാവരും ഇവിടെ വന്നിട്ട് കുറച്ച് പേര് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം അവരൊക്കെ വരാൻ വേണ്ടി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ 2-3 ദിവസമായിട്ട് എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിച്ചിട്ടില്ല, മരുന്ന് കഴിക്കണം. ഒരു 10 ദിവസത്തെ മരുന്നാണ് ഡോക്ടർ തന്നിരിക്കുന്നത്. പിന്നെ 10 ദിവസത്തെ മരുന്ന്. ഇതിൽ മൈക്കൊന്നും വെക്കാത്തത് കാരണം കൊണ്ട് എത്രത്തോളം വോയിസ് ഓക്കെ ആണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഏട്ടന്മാർ വന്നു കഴിഞ്ഞു ആദ്യത്തെ അല്ലേ, മിൽമയിൽ ഏട്ടന്മാർ വന്നിട്ടുണ്ട് ഇതാണോ. അപ്പം ഞാൻ പിന്നെ വരാം കേട്ടോ. കാരണം കസ്റ്റമേഴ്സ് വന്നു. അത് എൻ്റെ കയ്യിൽ മാവ് കഴുകട്ടെ.